സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എന്നിട്ട് എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ചേരുവകളൊന്നുമില്ല, ചെറിയ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. പെരുംജീരകം പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ച് അതിലേക്ക് തന്നെ കുറച്ച് സവാള ഇട്ട് വഴറ്റിയെടുക്കണം. ആ എണ്ണയിൽ സവാള ഇട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേന് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതെല്ലാം നല്ല ഇതായിട്ട് വഴണ്ട് വരണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഉപ്പ്, കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഉപയോഗിക്കാം. മല്ലിയില ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ബിരിയാണി വേണമെന്ന് പറയുമ്പം കൊടുക്കാം. ഞാൻ ഈ ഇട്ട മസാല ഉണ്ടോ, അത് ബിരിയാണി മസാല മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ബിരിയാണി മസാല നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു മസാല മാത്രമാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് അതിൻ്റെ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ചോറ് ഞാൻ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് ഇതിൽ കൂടെ മിക്സ് ആക്കുന്നില്ല. ഞാൻ ചോറ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. സിമ്പിൾ ആൻഡ് സൂപ്പർ ആയിട്ടുള്ള ബിരിയാണി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, സാധാ ഉപയോഗിക്കുന്ന എന്താണ്, സലാഡ്, അച്ചാർ, പപ്പടം, മുട്ട ഉണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി ഭംഗിക്ക് വേണ്ടി വയ്ക്കാം. അത് നല്ല സൂപ്പറാണ്. ഇപ്പം ഞാൻ മുട്ട വെച്ചിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. മെസ്സേജ്